ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ശീതകാല സമ്മേളനത്തിന്റെ 4ാം ദിവസമായ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന ആരോപണം നിഷേധിച്ച് കേന്ദ്രമന്ത്രി JP നഡ്ഡ. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് നാവികസേനാ ദിനം. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ശൈശവ വിവാഹരഹിത ഭാരതത്തിനായുള്ള 100 ദിവസത്തെ തീവ്ര ബോധവത്കരണ പ്രചാരണ പരിപാടിക്ക് രാജ്യത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനത്തിന്റെ 4ാം ദിവസമായ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ചോദ്യോത്തരവേളയിൽ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാർ ഇരുസഭകളിലും മറുപടി നൽകി. വയനാട് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പരിഹരിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ പറഞ്ഞു. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള പരിമിതികളും താമരശ്ശേരി ചുരത്തിന്റെ ഭൌമശാസ്ത്രപരമായ വിഷയങ്ങളും പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാതയുടെ നിർമ്മാണം നടപ്പാക്കുമെന്ന് കെ രാധാകൃഷ്ണൻ MPയുടെ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം ലോക്സഭയിൽ വ്യക്തമാക്കി. And it is very difficult to acquire the land. There are a lot of problems. We have appointed a special committee, technical committee, some people from IITs. We have already received the report, and after considering that report, we are also taking action. And there are a lot of chances and opportunity for us to use new technology, new innovation, in particularly in the road construction, in the tunnel, and we will see that the problem will be resolved. പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന ആരോപണം നിഷേധിച്ച് കേന്ദ്രമന്ത്രിയും രാജ്യസഭാ കക്ഷി നേതാവുമായ JP നഡ്ഡ. പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ ആരോപണങ്ങൾക്ക് രാജ്യസഭയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ശ്രീ JP നഡ്ഡ പറഞ്ഞു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം, വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ സഭയിൽ അടുത്തയാഴ്ച ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്ളാഡിമിർ പുടിൻ നാളെ കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര പ്രാദേശിക തലത്തിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വ്യാപാരം, വാണിജ്യം, ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിലെ നിരവധി കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. റഷ്യൻ പ്രസിഡന്റിനോടുള്ള ആദരാർത്ഥം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരുക്കുന്ന പ്രത്യേക വിരുന്നിലും പുടിൻ പങ്കെടുക്കും. ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയായ റഷ്യയുമായുള്ള ബന്ധം രാജ്യത്തിന്റെ വിദേശ നയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ്. 2030ഓടെ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ഉയർത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. 2024-25 കാലയളവിൽ ഇന്ത്യയ്ക്കും റഷ്യയ്ക്കുമിടയിലെ വ്യാപാരം 68.7 ബില്യനായി ഉയർന്ന് റെക്കോർഡ് നേട്ടം കൈവരിച്ചിരുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവും സൈനിക സാങ്കേതിക സഹകരണം സംബന്ധിച്ച ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് സഹ അധ്യക്ഷത വഹിക്കും. പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഇന്ന് നാവികസേനാ ദിനം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നാവികസേനയുടെ പോരാട്ട വീര്യവും കരുത്തും പ്രകടമാക്കിയ ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഓർമ്മയ്ക്കായാണ് ഡിസംബർ 4 നാവികസേനാ ദിനമായി ആഘോഷിക്കുന്നത്. നാവികസേനാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ നാവികസേനാ അംഗങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും ആശംസകൾ നേർന്നു. അച്ചടക്കത്തിന്റെയും സഹാനുഭൂതിയുടെയും ചുമതലാബോധത്തിന്റെയും പ്രതീകമായ ഇന്ത്യൻ നാവികസേന രാജ്യത്തിന്റെ നീല സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. അസാധാരണമായ ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പര്യായമാണ് ഇന്ത്യൻ നാവികസേനയെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ആത്മനിർഭരതയിൽ അടിയുറച്ച് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിൽ നാവികസേന കരുത്ത് പകരുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു.
ജൂലൈ മുതൽ യമനിൽ തടങ്കലിൽ കഴിഞ്ഞിരുന്ന മലയാളിയായ കപ്പൽ ക്രൂ അംഗം അനിൽകുമാർ രവീന്ദ്രന്റെ മോചനത്തെ സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഹൂതി ആക്രമണത്തിൽ കാണാതായ MV എറ്റേണി സി എന്ന കപ്പലിലെ ക്രൂ അംഗമായിരുന്ന അനിൽകുമാർ ഇന്നലെയാണ് മോചിതനായി മസ്കറ്റിലെത്തിയത്. വൈകാതെ അദ്ദേഹം ഇന്ത്യയിലെത്തുമെന്നാണ് വിവരം. അനിൽകുമാറിന്റെ മോചനത്തിന് സൗകര്യമൊരുക്കിയ ഒമാൻ സുൽത്താനേറ്റിനോട് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതം. മുതിർന്ന നേതാക്കളടക്കം പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. 75,644 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. ഈ മാസം 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ളത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,55,14,591 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 91.61% അദ്ദേഹം അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതായി ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ടാണ് ജില്ലയിൽ നടപടികൾ നടന്നുവരുന്നതെന്നും വലിയ തോതിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിച്ചതായും അദ്ദേഹം അറിയിച്ചു. സ്പെഷ്യൽ ഏജൻസി റിവിഷന്റെ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ നവംബർ 4 തീയതിയാണ് ആരംഭിച്ചത്. ഏകദേശം ഒരു ആഴ്ച കൊണ്ട് ഏകദേശം 10 ലക്ഷത്തോളം വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് കളക്ഷൻ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ തിരിച്ചു വന്ന നമ്മൾ കൊടുത്ത 10 ലക്ഷം ഫോമുകളിൽ ഏകദേശം ഇപ്പോൾ നമ്മൾ കണക്കെടുക്കുമ്പോൾ 9,50,000 ഫോമുകൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ശൈശവ വിവാഹരഹിത ഭാരതത്തിനായുള്ള 100 ദിവസത്തെ തീവ്ര ബോധവത്കരണ പ്രചാരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രതിജ്ഞയും മന്ത്രി ചടങ്ങിന്റെ ഭാഗമായി ചൊല്ലിക്കൊടുത്തു. ബാലവിവാഹമുക്ത ഭാരതം പദ്ധതിക്ക് 1 വർഷം തികയുന്ന പശ്ചാത്തലത്തിലാണ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റൻസിന്റെ 2026 അധ്യക്ഷ സ്ഥാനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഏറ്റെടുത്തു. സംഘടനയുടെ 14 സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. സ്വീഡനിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ സവിശേഷതകളെക്കുറിച്ച് ശ്രീ ഗ്യാനേഷ് കുമാർ വിശദീകരിച്ചു. India has been the mother of democracy, and today it is also the largest democracy in the world. With more than 900 million voters across 28 states and 8 union territories in India, the Election Commission of India has nearly 75 years of experience in conducting transparent elections and preparing accurate electoral rolls based on eligibility. വന്യജീവികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അന്താരാഷ്ട്ര ചീറ്റ ദിനത്തിൽ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 വർഷം മുമ്പ് ആരംഭിച്ച പ്രോജക്ട് ചീറ്റയുടെ വിജയം അനുസ്മരിച്ച പ്രധാനമന്ത്രി നഷ്ടപ്പെട്ട പാരിസ്ഥിതിക പൈതൃകം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു ഇതെന്ന് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കയിൽ ദ്വിത്വ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 479 350 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. വരും ദിവസങ്ങളിൽ ശ്രീലങ്കയിൽ വീണ്ടും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും മൂലം നിരവധി ജില്ലകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഓപ്പറേഷൻ സാഗർ ബന്ധുവിലൂടെ ഇന്ത്യ മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ബെയ്ലി പാലവും 500 ജലശുദ്ധീകരണ കിറ്റുകളും വ്യോമസേന വിമാനത്തിൽ ഇന്ത്യ ഇന്നലെ ശ്രീലങ്കയിലേക്ക് എത്തിച്ചു. പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇന്ന് ശീത തരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. ഡൽഹിയിൽ വായു ഗുണനിലവാരം മോശം വിഭാഗത്തിൽ തന്നെ തുടരുകയാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC ഫോഴ്സ കൊച്ചി FCയെ നേരിടും. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പോയിന്റ് പട്ടികയിൽ കൊച്ചി 6-ാമതും മലപ്പുറം 5-ാമതുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശീതകാല സമ്മേളനത്തിന്റെ 4ാം ദിവസമായ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന ആരോപണം നിഷേധിച്ച് കേന്ദ്രമന്ത്രി JP നഡ്ഡ. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് നാവികസേനാ ദിനം. ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ശൈശവ വിവാഹ
വിവാഹരഹിത ഭാരതത്തിനായുള്ള 100 ദിവസത്തെ തീവ്ര ബോധവത്കരണ പ്രചാരണ പരിപാടിക്ക് രാജ്യത്ത് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.